അന്നേരത്തു വസുദേവൻ പുത്രനെ എടുത്തും കൊണ്ട് ഭിന്നനായി മുറ്റത്തേക്കങ്ങിറങ്ങും നേരം കാറ്റു വന്നു, മഴ വന്നു, കുരിരുട്ടങ്ങതും വന്നു. മാർഗമൊട്ടും കാണാതായി ശൗരിക്കുമപ്പോൾ അന്നേരത്തങ്ങനന്ദനും വന്നു തൻ്റെ ധനം കൊണ്ട് പിന്നിൽ നിന്നു കൂടായി പിടിച്ചു വേഗം. ധനരത്നശോഭ കണ്ടു വിസ്മയിച്ചു വസുദേവർ മാർഗമങ്ങു കാണാറായി ശൗരിക്കുമപ്പോൾ തീരദേശവും കവിഞ്ഞ ഒഴുകുന്ന കാളിന്തിയിൽ ശൗരി തൻ്റെ മുഴങ്കാൽക്കു വെള്ളവുമായി വേഗമോടെ കൊണ്ടു ചെന്നങ്ങമ്പാടിയിലകം പുക്കു സുന്ദരിയെ യശോദ തൻ്റെ അരികിൽ വെച്ചു. കന്യാകരത്നത്തെ എടുത്തിങ്ങു പോന്നു വസുദേവർ തന്നൂടെ ദേവകി കയ്യിൽ കൊടുത്തു മെല്ലെ. കുഞ്ഞമങ്ങെന്നതുപോലെ നിന്നു കൊണ്ടിങ്ങിരുവരും ഒന്നും അറിഞ്ഞില്ല എന്ന ഭാവങ്ങളോടും ഞെട്ടി ഞെട്ടി കരയുന്നോരൊച്ച കേട്ടു കാവൽക്കാരും പെട്ടെന്നു കംസനോടൊന്നു ചെന്നറിയിച്ചു. ഞെട്ടി ഞെട്ടി കരയുന്നോരൊച്ച കേട്ടു കാവൽക്കാരും പെട്ടെന്നു കംസനോടൊന്ന് ചെന്നറിയിച്ചു. പെട്ടെന്നു കംസനോടൊന്ന് ചെന്നറിയിച്ചു. പെട്ടെന്നു കംസനോടൊന്ന് ചെന്നറിയിച്ചു.